നീ എന്ത് പറഞ്ഞ? ഹലോ റെഡി എന്തുവാണ്? റെഡി 1 2 3 തുടങ്ങിയോ? ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നീ എന്താണ് ഇവിടെ വന്നപ്പോഴത്തേനും നിനക്ക് ഇവൾക്ക് ആകെ ഒന്നും പറയാൻ കിട്ടാത്ത പോലെ? അത് പബ്ലിക്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ അമ്മുക്കുട്ടിക്ക് പിന്നെ ചമ്മലായി തുടങ്ങട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് പുറത്ത് റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേനുള്ള ഇന്നത്തെ നമ്മുടെ ഡേ ആണ് കേട്ടോ. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊരു പാലത്തിന്റെ മുകളിലാണ് കേട്ടോ. ജസ്റ്റ് പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയേക്കാന്ന് വിചാരിച്ചു. വീട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര അലസതയാണ്. ഇന്ന് എങ്ങനെയും ഇവിടെ നിന്ന് തീർത്തിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് അധികം നാട്ടുകാർ കൂടുന്നതിന് മുന്നേ തീർക്കണം. എല്ലാരും നമ്മളെ അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ജസ്റ്റ് സ്ഥലം കാണാൻ വേണ്ടിട്ട് നിൽക്കുന്നതാണ് എല്ലാരും വിചാരിച്ചത്. പിന്നെ പിന്നെ എല്ലാവർക്കും മനസ്സിലായത് ഇവര് വേറെ എന്തോ പരിപാടിയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയും അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ റീൽ ഷൂട്ടും തുടങ്ങാലോ. അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി വന്ന എല്ലാവരും നമുക്ക് വെൽക്കം ചെയ്താലോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്മൂട്ടി, വരുന്നവരും പോകുന്നവരൊക്കെ നമ്മളെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ചമ്മല് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അതാ ചേട്ടാ ഇപ്പൊ നമ്മള് നോക്കും. ഇവരെന്തായിരിക്കും പരിപാടി? ഇല്ല, നോക്കുന്നുണ്ടോ? എല്ലാം നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നിപ്പോ നമ്മൾ ഫോണില് സ്ക്രിപ്റ്റ് ഒക്കെ എടുത്തു കേട്ടോ. അത് അല്ല, ഈ ഡയറി എല്ലാം ചുമ്മിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റ് പരിപാടിയാ. അതെ, രാവിലെ ആയതുകൊണ്ട് എല്ലാം ഒന്ന് പതിയെ ആൾക്കാരൊക്കെ വരികയും കടകളൊക്കെ തുറക്കുകയും ഒക്കെ ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് വലിയ വിഷയമില്ല. നമ്മൾ ഈ രാവിലെ ഇറങ്ങുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരും കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് സമാധാനത്തിൽ ഷൂട്ടിങ് ചെയ്യാം. പിന്നെ വേറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട വെയിൽ ഉച്ചമ്മ അടിക്കത്തുമില്ല. ഇപ്പം അടിച്ച് തുടങ്ങി ഏകദേശം. ഇതാ 10 ആയി തുടങ്ങി കേട്ടോ. നമുക്ക് പരിപാടി പെട്ടെന്ന് തീർക്കാൻ മുട്ടിക്കും. ഇതിനകത്ത് പല പല സാധനങ്ങളുണ്ട്. വെള്ളം, കുപ്പി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡയറി, ക്യാമറ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മളുണ്ട്. നമ്മൾ മറ്റേ പിന്നെ വേറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, നമ്മള് ഈ റീലിനകത്ത് നമ്മുടെ കല്യാണം കഴിയാത്തപ്പുറത്തെ കഥയാ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കുറി വരച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പല സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് ഇത് വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. നമ്മള് പിന്നെ അറിയിക്കുന്നതായിരിക്കും. അതെ. പടപടയുന്ന പരിപാടി തീർത്തു. ഈ പുറത്തു പോയി വീഡിയോ എടുക്കുമ്പോഴത്തേന് നീ കാണിക്കുന്നേ എന്ത് കാണിച്ചേ? അത് എന്റെ കാലിന്റെ അടിയില് ബൂമറ് സ്വാഭാവികം. അത് പണ്ടും ഉള്ളൊരു കഥയാണ്. നമ്മൾ ഈ ഡെസ്കിന്റെ അവിടെ അല്ലാതൊക്കെ ഈ ബൂമറൊക്കെ ഒട്ടിച്ചു നോക്കുമ്പോഴത്തേനും അത് ബാക്കിയുള്ളവന്റെ നെഞ്ചത്ത്, ബാക്കിയുള്ളവന്റെ കാലിൽ ബാക്കിയുള്ളവന്റെ കാലിൽ പറ്റുന്ന പരിപാടി അല്ലേ? അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ കേട്ടോ. ഞങ്ങൾ പോവാണെ പടപടയെന്ന് പരിപാടി എടുത്ത്. ഇതാ പറഞ്ഞ് പുറത്ത് വന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി തീർക്കും അല്ലേ പറ്റി? എങ്ങനെയാലും ഇവിടുന്ന് പോകണം. അപ്പൊ നമ്മൾ ലൊക്കേഷൻ ചേഞ്ച് ആക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഷൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേനായിരിക്കും ആകെ ഡൗട്ട് ആവുന്നത് എവിടെ വെച്ച് എടുക്കും എങ്ങനെയെന്നൊക്കെ അല്ലേ അമ്മട്ടി? അതെ, ഈ സ്ഥലം നമ്മള് ഷോർട്സ് കാണുന്നവർക്ക് മനസ്സിലാവും കേട്ടോ. അതെ, ഈ സ്ഥലം നമ്മൾ റീലും ഷോർട്സിലും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഒരു സ്റ്റോറി നമ്മൾ ചിത്രീകരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ആയിട്ടൊരു സ്ഥലം നമ്മൾ ഇവിടെ നിന്ന് വന്ന് ചോദിച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ അമ്മൂട്ടി? അപ്പം അത് വെച്ചാൽ അതിൻ്റെ ബാക്കി പത്രമായിട്ട് അങ്ങനെയല്ലേ പറയണ്ടേ? അത് അങ്ങനെയാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് നമ്മുടെ വീഡിയോസ്. അപ്പം അതിൻ്റെ ഒരു സ്ഥലം ഇത് തന്നെ. അപ്പം ഇവിടെ നിന്ന് തന്നെ അത് ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അവിടെ ഞങ്ങൾ ചാടി പെരുത്ത് വന്നേ കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നേ കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സ്കൂള്, കോളേജ്. ഒരുമിച്ച് പഠിച്ചെന്നേ ഉള്ളൂ, പഠിച്ചിട്ടില്ല. പോയെന്നേ ഉള്ളൂ. ഒരുമിച്ച് പോയെന്നേ ഉള്ളൂ, പഠിച്ചിട്ടില്ല. വണ്ടി പോകുന്ന സ്പോട്ടായതുകൊണ്ട് എപ്പോഴാണേലും വണ്ടിയും വരാം. എപ്പോഴാണെങ്കിലും വണ്ടിയും വരാം. അതുപോലെ തന്നെ ആൾക്കാർ വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും അല്ലേ? പിന്നെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് നമ്മുടെ ഏരിയയിൽ ഇച്ചിരി പാറപ്പുറം പോലെ ഒരു ഏരിയ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര നട്ട വെയില. അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ 10 മണി ആയതുള്ളൂ, ഭയങ്കര വെയിൽ. അന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത് ഒരു 12 മണിക്കോ 2 മണിക്കോ കൊണ്ടല്ലേ. എൻ്റെ അമ്മച്ചി എന്തൊരു വെയിലായിരുന്നു, രക്ഷയില്ല. എന്തായാലും ഈശോവേ, എൻ്റെ ഈശോ ഇവിടെ ഉണ്ടോ? കാണുന്നില്ലല്ലോ. ഞങ്ങളെ കാത്തോടെ, ഞങ്ങള് ചെയ്തതെല്ലാം രക്ഷപ്പെടുത്തണേ. എന്തായാലും നിനക്ക് പറയാനുള്ള
ഇവൻ ചെയ്തതിന് രക്ഷപ്പെടണേ. അപ്പൊ ഞങ്ങൾ ഇവിടെ അങ്ങ് ഷൂട്ട് ചെയ്ത് കേട്ടെ. കാരണം ഞങ്ങൾക്ക് ഇച്ചിരി ധൃതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തീർത്തിട്ട് വേണം അടുത്ത എനിക്ക് വേറൊരു പരിപാടിക്ക് വേണ്ടി പോകണ്ട. അപ്പൊ ടൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നമ്മൾ സ്പീഡിൽ സംസാരിക്കുകയും സ്പീഡിൽ ടീച്ചറ് വേഗം പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് തീർക്കണം. ചടപടി. അയ്യോ അങ്ങനെ എന്റെ കുറച്ച് സീൻസ് തീർന്നു. ഇങ്ങോട്ട് മാറിയേക്കാൻ അമ്മൂട്ടി നട റോട്ടി കയറി നിന്നിട്ട് അമ്മൂട്ടിയുടെ അഭ്യാസം. അമ്പോ ഷൂട്ട് ചെയ്ത് പടപടയും തീർത്ത് കേട്ടോ. എന്തായാലും അമ്മൂട്ടി എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ചടപടാന്ന് പരിപാടി ചെയ്യും കേട്ടോ. ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബെസ്റ്റ് ഒരു പാർട്ട്ണറെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അയ്യോ അവര് നമ്മളെ നോക്കിയല്ലോ പോട്ടെ. അവര് ബസ് വന്നിട്ട് നമ്മളെ നോക്കി, നമ്മള് ബസ് കയറാൻ നിൽക്കുവാണോ എന്ന് വിചാരിച്ചിട്ടേ അവര് നമ്മളെ നോക്കി സ്ലോ ആക്കി. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മൂട്ടി എന്നാ പറയാ ഇപ്പൊ വരുന്നപ്പോ തന്നെ ഈ വെയിലും പിന്നെ അതുപോലെ ഈ തുമ്മലും ഒക്കെ അടിച്ചിട്ട് ക്ഷീണമായെന്ന് തോന്നുന്നു അല്ലെ. തുമ്മലൊക്കെ അടിക്കാൻ തുടങ്ങി. അപ്പൊ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അതാണ് എൻ്റെ ഒരു ധൈര്യം. ഞാൻ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും വീണ്ടും അങ്ങ് ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഞങ്ങൾ ആ ഒരു വൈബിൽ ചെയ്യുമ്പോഴത്തേനും അത് അല്ലെ ആ രീതിയിൽ അങ്ങ് പോകും. ഓക്കെ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. ഓക്കെ ഈ വീഡിയോ ഒക്കെ കാണണമെങ്കിൽ നമ്മുടെ റീലും ഷോർട്സും ഒക്കെ ഒന്ന് തപ്പി നോക്കണേ അല്ലേ. ഓക്കെ യെസ് അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ ഷൂട്ടിന് വരുമ്പോഴും വേറെ എന്ത് പ്രോഗ്രാമിന് പോകുമ്പോഴത്തേനും ചായ കുടിക്കാൻ പറ്റിയ ഒരു ഫേവറേറ്റ് സ്പോട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അമ്മൂട്ടിയുടെ ഇഷ്ടപ്പെട്ട സാധനം പഴംപൊരി. ഇന്നത്തെ പഴംപൊരിക്ക് രമേശ് എന്നല്ല സതീഷ് എന്നല്ല ഇത് ബാബു എന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മാതിരി പഴംപൊരി കേട്ടോ. അപ്പൊ ഇനി ഒരു ചായയും കൂടെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റാവും. ചായയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനമാണ്. അങ്ങനെ ചായ വന്നു കേട്ടോ. ആത്മാവിനൊരു സമാധാനം, ആത്മാവിന് സന്തോഷം കിട്ടുന്ന പറഞ്ഞില്ല അതുപോലെ. വീഡിയോ എടുത്ത് ലാസ്റ്റ് നമ്മൾ ഒരു ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേന് അമ്മുക്കുട്ടിക്ക് ഇവിടുന്ന് അമ്മൂട്ടിയുടെ വീട്ടിലേക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും കേട്ടോ. അമ്മൂട്ടി വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങാണ്. ഇതാ ഈ ബസ്സിന് പൊക്കോ. നീ പൊക്കോ, നീ കയറി പൊക്കോ. ഓക്കെ ഒരു ബായ് പറഞ്ഞിട്ട് പോകാം എല്ലാവരും. ഓക്കെ പൊക്കോ. അതാ ബസ് എടുക്കണം. ആണോ അതിന് പോയി കയറിക്കോ, ഞാൻ പോയേക്കോ. ഇങ്ങനെ അമ്മൂട്ടി പോയി. അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ഒക്കെയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.